ടെക് ലോകത്തു നിന്നുള്ള വാർത്തകൾ. ഫ്രാൻസിൽ നിന്ന് ഇന്ത്യ 26 റാഫേൽ മറൈൻ ജെറ്റുകൾ വാങ്ങുന്നു. ഫ്രാൻസുമായി 63,000 കോടി രൂപയുടെ കരാറിന് ഇന്ത്യ അംഗീകാരം നൽകി. കരാർ പ്രകാരം ഇന്ത്യൻ നാവികസേനയ്ക്ക് 22 സിംഗിൾ സീറ്റ് വിമാനങ്ങളും 4 ഇരട്ട സീറ്റ് വിമാനങ്ങളും ലഭിക്കും. 2023 ജൂലൈയിൽ പ്രതിരോധ മന്ത്രാലയം ഫ്രാൻസിൽ നിന്ന് റാഫേൽ യുദ്ധവിമാനങ്ങൾ വാങ്ങാൻ അനുമതി നൽകിയിരുന്നു. 2029 അവസാനത്തോടെ ഇന്ത്യൻ നാവികസേനയ്ക്ക് ആദ്യ ബാച്ച് യുദ്ധവിമാനങ്ങൾ ലഭിക്കാൻ സാധ്യതയുണ്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. 2025 സാമ്പത്തിക വർഷത്തിൽ മൊബൈൽ ഫോൺ കയറ്റുമതി 2 ലക്ഷം കോടി കവിഞ്ഞു. ഐഫോൺ കയറ്റുമതിയിൽ നിന്നും മാത്രം 1.5 ലക്ഷം കോടി രൂപ നേടി. 2024-25 സാമ്പത്തിക വർഷം രാജ്യത്ത് നിന്നുള്ള മൊബൈൽ ഫോൺ കയറ്റുമതി 2 ലക്ഷം കോടി കടന്നതായി കേന്ദ്ര സർക്കാർ. അതിൽ 1.5 ലക്ഷം കോടിയും ഐഫോണുകളായിരുന്നെന്നും കേന്ദ്ര ഇലക്ട്രോണിക്സ് IT മന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞു. മുൻവർഷത്തെ അപേക്ഷിച്ച് ഫോൺ കയറ്റുമതിയിൽ 54% വർധനയുണ്ടെന്ന് മന്ത്രി വ്യക്തമാക്കി. ഇന്ത്യയിൽ നിന്ന് കയറ്റുമതി ചെയ്യുന്നതിൽ പ്രധാനപ്പെട്ട ഒന്നായി സ്മാർട്ട് ഫോണുകൾ മാറി. ഇലക്ട്രോണിക്സ് കമ്പോണന്റ് മാനുഫാക്ചറിംഗ് സ്കീമിന് വേണ്ടിയുള്ള കരട് വിജ്ഞാപനം അഭിപ്രായ ശേഖരണത്തിനായി പുറത്തിറക്കുമെന്ന് മന്ത്രി അറിയിച്ചു. പദ്ധതിക്കായി കേന്ദ്ര മന്ത്രിസഭ കഴിഞ്ഞയിടെ 22,913 കോടി രൂപ അനുവദിച്ചിരുന്നു. 10 വർഷം മുമ്പ് സങ്കല്പിക്കാൻ പോലും കഴിയാത്ത നേട്ടമാണ് ഇലക്ട്രോണിക് നിർമ്മാണ മേഖലയിൽ 2.5 ദശലക്ഷം ആളുകൾക്ക് ലഭിച്ചിരിക്കുന്നതെന്ന് മന്ത്രി കൂട്ടിച്ചേർത്തു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഇന്ത്യയിലെ ഓട്ടോമൊബൈൽ വിൽപ്പനയിൽ മുന്നേറ്റം. വിൽപ്പനയിൽ 6.5% വളർച്ചയാണ് ഉണ്ടായത്. പുതിയ വാഹനങ്ങളുടെ ലോഞ്ചും ഉത്സവകാല ഓഫറുകളുമാണ് വിൽപ്പനയ്ക്ക് ആക്കം കൂട്ടിയത്. യാത്രാവാഹന വിൽപ്പനയിലാണ് ഏറ്റവും വിൽപ്പന വളർച്ചയുണ്ടായത്. 5%. ഇരുചക്രവാഹനങ്ങളുടെ എണ്ണത്തിൽ 8% വർധനയും വാണിജ്യ വാഹന വിൽപ്പനയിൽ 5% വർധനയുമാണ് രേഖപ്പെടുത്തിയത്. താരിഫ് യുദ്ധം മൂലം വരും മാസങ്ങളിൽ വിൽപ്പനയിൽ ഇടിവുണ്ടാകുമെന്ന ആശങ്കയിലാണ് ഡീലർമാർ. ഫെബ്രുവരി, മാർച്ച് മാസങ്ങളിൽ തുടർച്ചയായി വിൽപ്പനയിൽ ഇടിവുണ്ടായി. ഫെഡറേഷൻ ഓഫ് ഓട്ടോമൊബൈൽ ഡീലേഴ്സ് അസോസിയേഷന്റെ ഡാറ്റ പ്രകാരം ഇരുചക്രവാഹന വിൽപ്പനയിൽ 2% ഇടിവാണുണ്ടായത്. 3 വീലർ, ട്രാക്ടർ എന്നിവയുടെ വിൽപ്പനയിൽ 6% ഇടിവുണ്ടായി. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. KTM 390 എൻഡുറോ R ലോഞ്ച് വെള്ളിയാഴ്ച. ഓഫ് റോഡ് യാത്രയ്ക്ക് പറ്റിയ വാഹനം യുവാക്കളെ ആകർഷിക്കുമെന്ന് കമ്പനി. പ്രമുഖ ഓസ്ട്രിയൻ മോട്ടോർ സൈക്കിൾ നിർമ്മാതാക്കളായ KTM പുതിയ ബൈക്ക് ഇറക്കുന്നു. 390 എൻഡ്യൂറോ R എന്ന പേരിൽ വെള്ളിയാഴ്ച ഇന്ത്യയിൽ പുതിയ മോട്ടോർ സൈക്കിൾ അവതരിപ്പിക്കും. ഓഫ് റോഡ് യാത്രയ്ക്ക് പറ്റിയ ഈ ബൈക്ക് 390 അഡ്വഞ്ചറിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് അവതരിപ്പിക്കുന്നത്. KTM 390 എൻഡ്യൂറോ Rൽ 390 അഡ്വഞ്ചറിലെ അതേ എഞ്ചിനാണ് ക്രമീകരിച്ചിരിക്കുന്നത്. 399cc ലിക്വിഡ് കൂൾഡ് സിംഗിൾ സിലിണ്ടർ യൂണിറ്റാണ് ഇതിന് കരുത്തു പകരുക. 46 HP-യും 39 Nm പുറപ്പെടുവിക്കാൻ ശേഷിയുള്ളതാണ് എഞ്ചിൻ. ഔദ്യോഗിക ലോഞ്ചിന് ശേഷം മാത്രമായിരിക്കും കൃത്യമായ ഫീച്ചറുകൾ പുറത്തുവരിക. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഈ വർഷത്തെ മികച്ച കമ്പനികളുടെ പട്ടിക പുറത്തിറക്കി ലിങ്ക്ഡിൻ. ഇന്ത്യയിലെ മികച്ച കമ്പനികളിൽ TCSഉം അക്സ്റ്റഞ്ചറും ഇൻഫോസിസും മുന്നിൽ. ലിങ്ക്ഡിനിന്റെ ഈ വർഷത്തെ മികച്ച കമ്പനികളുടെ ഇന്ത്യയിലെ പട്ടികയിൽ 25 സ്ഥാനങ്ങളിൽ 19 എണ്ണവും ധനകാര്യം, IT, സോഫ്റ്റ്വെയർ മേഖലകളിൽ നിന്നുള്ള കമ്പനികളാണ്. ഇന്നത്തെ വികസിച്ചുകൊണ്ടിരിക്കുന്ന തൊഴിൽ വിപണിയിൽ ഇന്ത്യൻ പ്രൊഫഷണലുകൾക്ക് എവിടെയാണ് കൂടുതൽ തൊഴിലവസരമുള്ളതെന്ന് ഈ പട്ടിക വ്യക്തമാക്കുന്നു. ടാറ്റ കൺസൾട്ടൻസി സർവീസസ് തുടർച്ചയായി വീണ്ടും 1ാം സ്ഥാനം നിലനിർത്തി. തുടർന്ന് ആക്സെഞ്ചർ 2ാം സ്ഥാനത്തും ഇൻഫോസിസ് 3ാം സ്ഥാനത്തും എത്തി. ഇന്ത്യയുടെ IT മേഖലയുടെ ശക്തി വെളിപ്പെടുത്തിക്കൊണ്ട് കോഗ്നിസന്റ് 5ാം സ്ഥാനം നേടി. സർവീസ് നൗ, സ്ട്രൈപ്പ് തുടങ്ങിയ കമ്പനികളും ആദ്യമായി പട്ടികയിൽ ഇടം നേടി. JP മോർഗൻ ചേസ്, വെൽസ് ഫാർഗോ, അമേരിക്കൻ എക്സ്പ്രസ് എന്നിവയുൾപ്പെടെ 7 എൻട്രികൾ ധനകാര്യ സേവന കമ്പനികളാണ് നേടിയത്. മൂലധന വിപണികൾ, വാണിജ്യ ബാങ്കിംഗ്, റിസ്ക് വിശകലനം എന്നിവയിലെ തസ്തികകൾക്കായുള്ള വർദ്ധിച്ചുവരുന്ന ആവശ്യം ഇത് എടുത്തുകാണിക്കുന്നു. ആഗോള ടെക് ഭീമന്മാർ ഇന്ത്യയിലെ അവരുടെ പ്രവർത്തനങ്ങൾ വികസിപ്പിക്കുന്നത് തുടരുകയാണ്. ആമസോൺ, ആൽഫാബെറ്റ്, സെയിൽസ് ഫോഴ്സ് എന്നിവ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ്, ഡാറ്റ വിശകലനം, അക്കൗണ്ട് മാനേജ്മെന്റ് എന്നിവയിലെ തസ്തികകളിലേക്ക് നിയമനം നടത്തുന്നു. ഈ സ്ഥാപനങ്ങളിലുടനീളം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, മൊബൈൽ ആപ്പ് ഡെവലപ്മെന്റ്, AI എഞ്ചിനീയറിംഗ് എന്നിവയിലാണ് തൊഴിലവസരം കൂടുതലുള്ളത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.